നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് LDF നേതൃത്വം ഔദ്യോഗികമായി കടക്കുന്നതിന് മുൻപേ കോഴിക്കോട്ടെ എലത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ സജീവമാകുന്നു. പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്ന വനം മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണമാണ് ഏറെ ചർച്ചയാകുന്നത്. AK ശശീന്ദ്രനെതിരെ പ്രാദേശിക CPM നേതൃത്വം പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതോടെ എലത്തൂരിലെ സ്ഥിതി സങ്കീർണമാകുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് LDF നേതൃത്വം ഔദ്യോഗികമായി കടക്കുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട് എലത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഏത് രീതിയിലാണ് സജീവമാകുന്നത്? മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രതികരണമാണ് ഇതിലേക്ക് നയിച്ചത്. ചെറിയ ചില വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രോഹിണി, വനം മന്ത്രിയായിട്ടുള്ള NCP നേതാവ് കൂടിയായിട്ടുള്ള AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് പാർട്ടി പറഞ്ഞാൽ, CPM നേതൃത്വം പറഞ്ഞാൽ താൻ വീണ്ടും മത്സരിക്കുമെന്ന സൂചനയായിരുന്നു AK ശശീന്ദ്രൻ നൽകിയത്. ഇതോടെയാണ് എലത്തൂർ മണ്ഡലവും AK ശശീന്ദ്രനും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമായി ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. അതായത് ഇത്തവണയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എലത്തൂരിൽ തനിക്കൊരു കണ്ണുണ്ട് എന്ന് പറയുകയാണ് AK ശശീന്ദ്രൻ. എന്നാൽ AK ശശീന്ദ്രൻ വീണ്ടും എലത്തൂരിൽ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകുമെന്നും അതിനോട് കൃത്യമായി തന്നെ പാർട്ടിയിലെ ജില്ലാ നേതൃത്വത്തിന് കൃത്യമായ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയും തന്നെ ചെയ്തിട്ടുണ്ട്. AK ശശീന്ദ്രനെ സംബന്ധിച്ച് 7 തവണ വിജയിച്ചു വന്നിട്ടുണ്ട്. 10 വർഷത്തോളം മന്ത്രിസ്ഥാനത്തിരുന്നതാണ്. അതിലൊക്കെ ഉപരി 80 വയസ്സ് പിന്നിടുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇനിയും AK ശശീന്ദ്രനെ ഈ അധികാരമോഹം, അധികാര കൊതി തീർന്നില്ലേ എന്നാണ് CPM-ലെ തന്നെ ഒരു വിഭാഗം ചോദിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും തനിക്ക് എലത്തൂരിൽ മത്സരിക്കണം, ഇത്തവണയും എലത്തൂരിൽ മത്സരിക്കണം, തന്നെ എല്ലാ തവണയും കൈപിടിച്ചുയർത്തിയതുപോലെ എലത്തൂർ ഇത്തവണയും തനിക്ക് ഒപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയാണ് AK ശശീന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ AK ശശീന്ദ്രൻ ഈ നിലപാടെടുക്കുമ്പോൾ NCP-യിലെ തന്നെ മറ്റ് നേതാക്കളും ഈ എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് മത്സര സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി ഈ AK ശശീന്ദ്രൻ അവിടെ നിന്ന് മാറിക്കൊടുത്തില്ലെങ്കിൽ അത് വലിയ ചർച്ചയും വലിയ വിവാദങ്ങളിലേക്കൊക്കെ തന്നെ കടക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ CPM നേതൃത്വം വിലയിരുത്താൻ മറ്റൊരു കാര്യം, AK ശശീന്ദ്രനെതിരെ വലിയ രീതിയിൽ ലൈംഗിക ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും AK ശശീന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അതുകൂടി വലിയ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ അത് ചർച്ചയാക്കും. അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സജീവമായി ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും തന്റെ 80-ാം വയസ്സിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തനിക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് NCP നേതാവ് കൂടിയായിട്ടുള്ള വനം മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ രംഗത്ത് വന്നതാണ് കോഴിക്കോട്ടെ CPM നേതൃത്വത്തെ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഏത് രീതിയിലാണ് ഇനി ഒരു ഇടപെടൽ നടത്തേണ്ടത്, AK ശശീന്ദ്രനെ പിണക്കി മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെ തന്നെ കടക്കും എന്നുള്ളതാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്കൊക്കെ തന്നെ പാർട്ടി സജീവമായി കടക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെയാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.